ഹായ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടൈപ്സ് ഓഫ് എറേഴ്സിനോ എക്സ്പ്ലനേഷനും സംഭവം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കണ്ടു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്സ് ഓഫ് എറേഴ്സ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോയിലോട്ട് വരിക. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാം. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് എറേഴ്സ് ഐഡന്റിഫൈ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ഫസ്റ്റ്? വേജസ് പെയ്ഡ് ഫോർ മേക്കിംഗ് അഡീഷൻസ് ടു മെഷീനറി ₹100 വാസ് ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. അപ്പം നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച ചില റൂളും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒരു മെഷീനറി വാങ്ങിക്കുമ്പോൾ ആ മെഷീനറിയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്ന, ആ മെഷീനറി വാങ്ങിക്കുന്ന ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, വേജസ് ആയിക്കോട്ടെ, ഇതെല്ലാം ആ മെഷീനറിയുടെ കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും എന്താണ് സംഭവിക്കേണ്ടത്? മെഷീനറിയുടെ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ് ഈ വേജസ്. പക്ഷെ അങ്ങനെ ആഡ് ചെയ്ത് കാണിക്കുന്നതിന് പകരം വേജസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏത് ടൈപ്പ് ഓഫ് എറർ ആണ്. എറർ പ്രിൻസിപ്പിൾ ആണോ, കമ്മീഷൻ ആണോ, ഒമിഷൻ ആണോ, കോമ്പൻസേറ്റിംഗ് എറർ ആണോ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇത് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണല്ലേ. നമ്മൾ പഠിച്ചൊരു പ്രിൻസിപ്പിൾ ആണ് കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു മെഷീനറി വാങ്ങിക്കുമ്പോൾ ആ മെഷീനറി വാങ്ങിക്കുന്നതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എക്സ്പെൻസസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആ എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കത്തില്ല, കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ ആഡ് ചെയ്യുന്നതിന് പകരം അവർ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു. അതുകൊണ്ട് അത് എന്തിന്റെ വയലേഷൻ ആണ്? പ്രിൻസിപ്പിൾ വയലേറ്റീവ് ആണ്. അതുകൊണ്ട് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് എഴുതി ഇടാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. സെയിൽസ് അക്കൗണ്ട് വാസ് ഗിവൺ ആൻഡ് എക്സസ് ക്രെഡിറ്റ് ബൈ 1600 and at the same time rent account was total short by 1600. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നതിന് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു സാധനം 1600 കൊണ്ട് എക്സ്ട്രാ ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ, അതിനർത്ഥം ക്രെഡിറ്റ് സൈഡ് 1600 കൊണ്ട് എക്സ്ട്രാ ആയിട്ട് നിൽക്കുവാണ്. അറ്റ് ദ സെയിം ടൈം റെന്റ് അക്കൗണ്ട് ഒരു 1600 കൊണ്ട് കുറഞ്ഞ് നിൽക്കുവാണ്. റെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. എക്സ്പെൻസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഡെബിറ്റ് ബാലൻസ് ഒരു 1600 കൊണ്ട് കുറഞ്ഞിരിക്കുകയാണ്. സോ ക്രെഡിറ്റ് സൈഡ് 1600 കൊണ്ട് കൂടി നിൽക്കുന്നു, ഡെബിറ്റ് സൈഡ് 1600 കൊണ്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും രണ്ടും കോമ്പൻസേറ്റ് ചെയ്ത് എന്താണ് കട്ടായി പോവും. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ഓഫ് എറർ ആണ്? കോമ്പൻസേറ്റിംഗ് എറർ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ അത് ഇതായിട്ട് പോകും, 0 ആയിട്ട് പോകും. അവിടെ ഒരിടത്ത് കൂടിയിരിക്കുന്നു, കുറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ നെറ്റ് എഫക്റ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ₹10,000 ഫ്രം മഞ്ജു ഏജൻസീസ് വാസ് നോട്ട് റെക്കോർഡഡ് അറ്റ് ഓൾ. ആ നോട്ട് റെക്കോർഡഡ് അറ്റ് ഓൾ എന്ന് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്താണ് വരുന്നത്? എറർ ഓഫ് ഒമിഷൻ ആണ് വരുന്നത്. ഓക്കെ, എറർ ഓഫ് ഒമിഷൻ നമ്മൾ എഴുതാൻ വിട്ടുപോയി. നമ്മൾ ആദ്യമേ മറന്നുപോയി. അത് എവിടെ എഴുതാൻ വിട്ടുപോയി? ജേർണലേ എഴുതാൻ മറന്നു. ജേർണൽ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ലെജറിൽ വരൂ ഇല്ല, ലെജറിൽ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ അത് ട്രയൽ ബാലൻസിൽ വരൂ ഇല്ല. അപ്പോൾ മൊത്തത്തിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടില്ല. അടുത്ത നോക്കാം. ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ₹5,000 വാസ് എൻറ്റേർഡ് ഇൻ ദ സെയിൽസ് ബുക്ക് ആസ് 50,000. ഇതെന്താണ് സംഭവിച്ചത്? ക്ലറിക്കൽ എറേഴ്സ് ആണല്ലേ. നമ്മൾ എഴുതുന്നതിന് പകരം ഒരു 0 കൂടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇട്ടുപോയി. ഓക്കെ, നമുക്കും പറ്റുന്ന മിസ്റ്റേക്ക് ആണ്. 5000 എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് 50,000 എന്നുള്ള രീതിയിൽ ഒരു എക്സ്ട്രാ 0 കൂടെ ഇട്ടിട്ട് എഴുതും. അപ്പോൾ അത് എന്ത് ടൈപ്പ് ഓഫ് എറർ ആണ്? നമ്മുടെ എറർ പ്രിൻസിപ്പിൾ ഒന്നും വയലേറ്റ് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് അറിയാതെ പറ്റിയ, നമ്മുടെ അശ്രദ്ധ കൊണ്ട് പറ്റിയൊരു മിസ്റ്റേക്ക് ആണല്ലേ. അപ്പം അതിനെ എന്തായിരിക്കും വിളിക്കുന്നത്? യെസ്, അങ്ങനെയുള്ള അല്ലറ ചില്ലറയായിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ എന്താ വിളിക്കുന്നത്? അങ്ങനത്തെ മിസ്റ്റേക്ക് എറർ ഓഫ് കമ്മീഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പം ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് ₹200 ഫ്രം ലെക്സി ട്രേഡേഴ്സ് വാസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദ പർച്ചേസ് ഡേ ബുക്ക്. ഓക്കെ, ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലെക്സി ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു പർച്ചേസ് നടത്തി ₹200, അത് പർച്ചേസ് ഡേ ബുക്കിൽ എൻറ്റർ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അത് ഏത് ടൈപ്പ് ഓഫ് എറർ ആണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ഏത് ടൈപ്പ് ഓഫ് എറർ ആണെന്നുള്ളത് കമന്റ് ബോക്സിൽ ഇടുക. ആരാണ് കറക്റ്റ് ആയിട്ട് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ താങ്ക് യു സോ മച്ച്.